الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സംരക്ഷകനായ കാരുണ്യവാനായ റബ്ബുൽ ആലമീൻ അവൻ്റെ മഹത്തരമായ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചു. അവൻ ദീനായി പഠിപ്പിച്ച നന്മകളെ സ്വീകരിച്ചും തിന്മകളെ ജീവിതത്തിൽ നിന്ന് വിലക്കിയും ഒരു പരിപൂർണ മുസ്ലിമായി, മുസ്ലിഹായി, മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതം അത് വിലപ്പെട്ടതാണ്. ആ ജീവിതത്തിൽ ഒരു വേള നമ്മുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും നിലപാടുകളും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മനുഷ്യ ജീവിതം എവിടെ വെച്ച് തുടങ്ങിയോ അന്ന് മുതൽ മനുഷ്യന്റെ ജീവിതത്തിന് അവസാനമുണ്ട്. അത് മരണമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി ഖബറടക്കം കഴിയുന്ന ആ നിമിഷം വരെ അവൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. ചങ്ങാതിമാരും പ്രാസ്ഥാനികരും പ്രവർത്തകന്മാരും ശിഷ്യന്മാരും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വൻ നിര അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്തു കാണും. ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത പള്ളിയിലെ ജനാവലി കാരണം കൊണ്ട് 2-3 തവണ അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നമസ്കാരം സംഘടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ആൾക്കൂട്ടവും ജനക്കൂട്ടവും കുടുംബവും പാരമ്പര്യവും മഹിമകളും നേതാവും സ്ഥാനങ്ങളും എല്ലാം ആ ഖബറടക്കം കഴിയുന്നതുവരെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മനുഷ്യൻ മരിച്ച് അദ്ദേഹത്തിന്റെ ജനാസ എടുത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങൾ ജനാസന്റെ പിന്നാലെ പോകും. ഫയർജിഉ 2 അതിൽ നിന്ന് തിരിച്ചു പോരും. വയബ്ഖാ മഅഹു വാഹിദുൻ, ഒരൊറ്റ കാര്യം മാത്രമേ ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു,
അയാളുടെ മരണത്തിൻ്റെ ശേഷം അയാളുടെ കുടുംബക്കാർ, സമ്പത്താകുന്ന ശിഷ്യന്മാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, മറ്റുള്ള പരിചയക്കാര്, വഅമലുഹു അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങള്, ഇതെല്ലാം അങ്ങ് കൂടെ പോയിട്ടും ഫയർജിഉ അഹ്ലുഹു വമാലു, ആദ്യം പറഞ്ഞ രണ്ട് കാര്യവും മടങ്ങിപ്പോരുന്നതായിരിക്കും. ഹദീസിന്റെ അവസാന ഭാഗത്ത് കൊടുക്കുകയാണ് വയബ്ഖാ അമലുഹു, അവന്റെ കൂടെ അവസാനം ചേർത്ത് പിടിക്കാനുണ്ടാവുന്നത് കർമ്മങ്ങൾ മാത്രമായിരിക്കും. ഈ ഹദീസ് കേൾക്കാത്താരാണ് നമ്മൾ? അല്ല. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പാഠപുസ്തകത്തിനകത്ത് കൊടുക്കുന്ന ഹദീസുകളിൽപ്പെട്ടതാണ്. കുഞ്ഞുനാൾ മുതൽ കേട്ട് പരിചയമുള്ള ഒരു സന്ദേശമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്, കർമ്മങ്ങൾ എവിടെയാണോ കൂടുതലുള്ളത് അവർക്കാണ് ജയിക്കാൻ പറ്റുക. കർമ്മങ്ങൾ എവിടെ കുറയുന്നോ, മനുഷ്യൻ എവിടെ സൽക്കർമ്മമില്ലാതെയാകുന്നോ അവിടെ അയാൾ പരാജിതനായിരിക്കും. കേട്ടു പരിചയമുള്ള സൂറത്താണ് പരലോകത്ത് ഈ കർമ്മങ്ങൾ അങ്ങനെ തൂക്കി നോക്കുന്ന സമയത്ത് അത് തൂലാസ് നന്മ കൊണ്ട് നിറഞ്ഞ് ഭാരമായാൽ അള്ളാഹുവിന്റെ തൃപ്തികരമായ സ്വർഗീയ ജീവിതമായിരിക്കും ആ വ്യക്തിക്ക് കിട്ടുന്നത്. കർമ്മം കനം കൂടണം. ആരുടെയെങ്കിലും കർമ്മരേഖാ പുസ്തകത്തിന്റെ അധ്യായം തുറക്കുമ്പോ അതിൽ കനം കുറവാണെങ്കിൽ അവന്റെ സങ്കേതം, താമസസ്ഥലം ഹാവിയ എന്ന നരകമായിരിക്കും. അതെന്താ? അതെന്താന്ന് അറിയുമോ? നാറുൻ ഹാമിയ, തിളച്ചുമറിയുന്ന കത്തിച്ചൊരിക്കുന്ന നരകമാണ് ഹാവിയാന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടത്. ശഅബാനിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആയുസ് വന്നുപെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാല വർഷങ്ങൾക്ക് ഇടയിൽ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയവർക്കിടയിൽ നിന്ന് വ്യത്യസ്തരായി നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിലേക്ക് 1 മാസം പോലും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വരികയാണ്. ഒന്ന് ഒരുങ്ങാൻ, മാനസികമായി സജ്ജരാകാൻ, സാമ്പത്തികമായ അതിൻ്റെ വിശുദ്ധി ഒന്ന് ക്രിയപ്പെടുത്താൻ, സക്കാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ, ഓരോ കാര്യങ്ങളിലും ഞാൻ എൻ്റെ കർമ്മരേഖ പരിശോധിക്കുന്നതിനെ വിചാരിച്ചുകൊണ്ട്, മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങളിലേക്കൊന്ന് ഒരുങ്ങണം. ഒരു ആത്മാർത്ഥമായ താല്പര്യം വേണം. നിഷ്ക്രിയനാകുന്നത് നമ്മൾ ഒഴിവാക്കണം. മടി പിടിക്കുന്നത് ഇനിയും മാറ്റിവെക്കണം. ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ ഉലമാക്കന്മാര് പറയാണ്, നല്ലത് ചെയ്യണമെങ്കിൽ നല്ലത് ചെയ്യാനുള്ള മനസ്സ് വേണം. അതിന് 5 കാര്യങ്ങളാണ് ഉലമാക്കന്മാര് പറയുന്നത്. നല്ല മനസ്സോടെ പ്രവർത്തിക്കുന്നവരും അതിന് പറ്റാതെ പോകുന്നവരും അറിഞ്ഞിരിക്കാൻ. ഒന്നാമത് പറയുന്നത് സത്യസന്ധമായി നന്മ ചെയ്യാൻ ശ്രമിക്കലാണ്. എന്തെങ്കിലും കട്ടിവെച്ചു പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി പോയാൽ പോരെ. ചെയ്യുന്നത് ഇഖ്ലാസോടെ, സത്യസന്ധമായി, ആത്മാർത്ഥമായി പടച്ച റബ്ബിലേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് അധ്വാനിക്കണം. നമ്മൾ ആരെയും നമ്മുടെ സ്വലാത്ത്, നമ്മുടെ ദിക്ർ അതൊന്നും എണ്ണം പഠിക്കാൻ എന്നോ എണ്ണം കൊടുക്കാൻ ഒരു കമ്മിറ്റിക്കും ചുമതല കൊടുത്തിട്ടില്ല. അതിൻ്റെതായ ആ കണക്കുകൾ, ഞാൻ ചൊല്ലിയ സ്വലാത്ത്, ഞാൻ ചൊല്ലിയ ദിക്റിന്റെ എണ്ണവും പേജുമൊക്കെ, ഞാൻ ഓതിയ ഖത്മിന്റെ കണക്കൊന്നും ഒരാളുടെയും ഗ്രൂപ്പിൽ അയക്കാനുള്ളതല്ല. അതൊക്കെ പടച്ച റബ്ബിലേക്ക് വിടാനുള്ളതാണ്. സത്യസന്ധമായി നന്മ ചെയ്യുന്നതാണ് വിജയത്തിന്റെ ഒരു മാനദണ്ഡം. അതിന് ഉലമാക്കന്മാർ വിശുദ്ധ ഖുർആനിൽ ആയത്താ പറഞ്ഞത്, വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ സ്വന്തത്തെ അങ്ങ് വിൽക്കുകയാണ്. വിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വന്തം ജീവിതം അവരങ്ങ് കൊടുക്കാണ്. ആർക്ക് വേണ്ടി? അള്ളാന്റെ തൃപ്തി കിട്ടാന്, പടച്ചോന്റെ പൊരുത്തം കിട്ടാനുള്ള പണികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്ന സത്യസന്ധന്മാരായ മനസ്സുള്ളവരാണ് അവർ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവിടുത്തെ അടിമകളോട് വലിയ ദയാവായ്പുള്ളവനാണ്. അള്ളാഹു സ്നേഹമുള്ളവനാണ്. സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ ആയത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു അറാബിയായ മനുഷ്യൻ വരികയാണ്. അറാബിയായ ഒരു ഗ്രാമീണനായ ഒരു അറബി,
അദ്ദേഹം വന്നിട്ട് ഫആമന ബിഹി, നബിയെ നിങ്ങളെ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വത്തബഅഹു സുമ്മ ഖാല ഉഹാജിറു മഅക, നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഞാനും ഹിജ്റ പോകാൻ തയ്യാറാണ്. അതൊരു വലിയ കാര്യല്ലേ. ഞാൻ ഹിജ്റ പോകാൻ തയ്യാറാണ് നബിയെ, എന്നെയും കൊണ്ടുപോകണം. ഫൗസാ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അസ്ഹാബിഹി, ചില സഹാബിമാരോട് നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തെ പരിഗണിക്കണം, അദ്ദേഹം ഈമാൻ സ്വീകരിച്ചവനാണ്, ഹിജ്റക്ക് വരെ സന്നദ്ധനായ ഒരു നല്ല മനുഷ്യനാണ്. فلما كانت غزوة عظم النبي صلى الله عليه وسلم سبيا فقسم وقسم له. അങ്ങനെ മറ്റൊരിക്കൽ കാലങ്ങൾ കഴിഞ്ഞു, ഒരു യുദ്ധരംഗത്ത് പങ്കെടുത്തു. അദ്ദേഹവും ആ യുദ്ധത്തിനുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ മുതലൊക്കെ ഇങ്ങനെ കിട്ടി, ഗനീമത്ത് സ്വത്തുകൾ ഇങ്ങനെ ഓരി വെച്ച് വീതിച്ചു കൊടുക്കുകയാണ്. ഒരു ഓഹരി, നല്ല ഒരു ഓഹരി ഇദ്ദേഹത്തിനും അല്പം മാറ്റിവെച്ചു കൊടുത്തു. ഇത് വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടുത്തെ ആടുമാടുകളെയൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി, പരിചരിക്കാൻ വേണ്ടി അല്പം ദൂരത്തേക്ക് പോയിക്കുക. തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത് കുറെ സ്വത്ത് ഇദ്ദേഹത്തിന് മാറ്റിവെച്ചിരിക്കുന്നു. നബിയെ ഇതെന്താണ്, ഇതെന്തിനാണ് എനിക്ക് തന്നിരിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഇത് താങ്കൾക്കുള്ളതാണ്. നബിയെ ഇതൊക്കെ എനിക്കെന്തിനാണ്? ഞാൻ ഇതിനൊന്നുമല്ല ഇസ്ലാം സ്വീകരിച്ചത്, ഞാൻ ഇത് കിട്ടാനല്ല യുദ്ധത്തിന് വന്നത്, ഞാൻ ഇത് മോഹിച്ചല്ല ഈ ദീനിലേക്ക് വന്നത്. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ എന്തിനാണ് ഈ ദീനിൽ നിൽക്കുന്നത്? ഇതൊന്നും മോഹിച്ചല്ല ഞാൻ ദീനിൽ നിൽക്കുന്നത്. നബിയെ ഞാൻ എന്തിനാണ് ഇതിൽ വന്നത് എന്നറിയുമോ? ഞാൻ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്നത് അലാ അൻ ഉർമ ഇലാഹാഹുനാ. ഈ ഹൽക്ക് കാണിച്ചു കൊടുത്തു, തൊണ്ട. എനിക്ക് ഇവിടെ ഇങ്ങനെ ശത്രുവിന്റെ അമ്പ് ഇങ്ങനെ തറച്ചിട്ട് രക്തം അങ്ങോട്ട് വാർന്ന് വീണ് നബിയെ ഷഹീദായിട്ട് അങ്ങോട്ട് സ്വർഗം കിട്ടണം, ഞാൻ അതിനാണ് വന്നിരിക്കുന്നത്. അതൊരു മോഹാണ്, അതൊരു സ്വപ്നാണ്. ഈ ശരീരത്തിൽ ചോര വാർന്ന് പിടഞ്ഞു വീണ് അള്ളാന്റെ സ്വർഗം കിട്ടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്വത്തൊന്നല്ല എനിക്ക് വേണ്ടത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇൻ തസ്ദുഖില്ലാഹ് യസ്ദുഖക, നീ അല്ലാഹുവിനോട് സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ അല്ലാഹു നിനക്കതിന്റെ കൃത്യമായ സത്യസന്ധമായി നിനക്കത് തരുന്നതാണ്. നീ അത് ആഗ്രഹിച്ചല്ലേ പ്രവർത്തിച്ചത്, പടച്ചോൻ തരും. ഫലബിസു ഖലീല, കുറച്ച് സമയം കൂടെ അദ്ദേഹം അവിടെ താമസിച്ചു. സുമ്മ നഹളു ഫീ ഖിതാലിൽ അദുവ്, പിന്നീട് ശത്രുക്കളുമായി യുദ്ധത്തിനങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ഫഉതിയ ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്മൽ, പിന്നെ വരുന്നത് ഈ മനുഷ്യന്റെ ജനാസയാണ് എടുത്തുകൊണ്ട് വരുന്നത്. എടുത്തുകൊണ്ട് വന്ന് നബി തങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു. ഇത് നേരത്തെ നിന്ന് സംസാരിച്ച അതേ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ജനാസയാണ് പിന്നീട് കിടക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, സദഖല്ലാഹ് ഫസദഖഹു, അദ്ദേഹം അല്ലാഹുവിനെ സത്യപ്പെടുത്തി പ്രവർത്തിച്ചു, അല്ലാഹു അദ്ദേഹത്തെ അത് തന്നെ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഷഹീദായി. ثم كفنه النبي صلى الله عليه وسلم في جبة النبي صلى الله عليه وسلم, നബി ധരിച്ചിരുന്ന ജുബ്ബ എടുത്ത് ഊരി വെച്ച് ആ മനുഷ്യന്റെ ജനാസയിൽ കെട്ടിപ്പൊതിഞ്ഞ് അവിടേക്ക് കൊണ്ടുവരികയാണ്. സുമ്മ ഖദ്ദമ ഫസല്ല അലൈഹി, എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഹാദാ അബ്ദുക, അല്ലാഹുവേ ഇത് നിന്റെ അടിമയാണ്. ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവനാണ്. ഫഖുതില ഷഹീദാ, ഇവിടെ വെച്ച് ഷഹീദായി മരിച്ചവനാണ്. അന ഷഹീദുൻ അലാ ദാലിക്, ഞാൻ അതിന് സാക്ഷിയായ മനുഷ്യനാണ്. നബി തങ്ങളുടെ ഒരു സാക്ഷിത്വവും ഒരു പ്രാർത്ഥനയും കൂടെ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറെ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ റബ്ബ് അത് തന്നെ കൊടുക്കുകയാണ്. നമ്മളും പരലോകത്തെ നമ്മുടെ വലിയ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചാൽ അതിനുള്ളത് കിട്ടും. രണ്ട്, നന്മകൾ ചെയ്യാനുള്ള നമ്മുടെ താല്പര്യത്തെ മുന്നോട്ട് കൂടുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യമാണ്, നല്ലതാണെന്ന് വിചാരിക്കും, ചെയ്യുന്നത് മുഴുവൻ നല്ലതല്ലാതെയായി പോകും. ഇന്ന് വെള്ളിയാഴ്ച
സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതി. സൂറത്തുൽ കഹ്ഫ് അങ്ങനെ ഓതി അവസാനിക്കാൻ സമയത്ത് 103-ാമത്തെ 104-ാമത്തെ ആയത്ത് അവസാനം എത്തുമ്പോ അവിടെ നമ്മൾ ഓതാറുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. നബിയെ പറഞ്ഞു കൊടുക്ക്, ചില ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നഷ്ടത്തിലാകുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ചില ആൾക്കാരുണ്ട്, കുറെ ചെയ്യും, പക്ഷെ ചെയ്തതൊക്കെ നല്ലതാന്ന് വിചാരിച്ചു അവസാനം അത് നഷ്ടാകും. അല്ലദീന അവരാര അള്ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർ ഒരുപാട് അധ്വാനങ്ങൾ കാഴ്ചവെച്ചു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് അവർ വിചാരിച്ചുകൊണ്ട്. ദീനി പഠിപ്പിച്ചിട്ടുണ്ടോ? നോക്കിയില്ല. ഇത് ഇസ്ലാമിലുള്ളതാണോ? ശ്രദ്ധിച്ചില്ല. ഇങ്ങനെയൊക്കെ നബിതങ്ങളും സ്വഹാബത്തും മാതൃകയായി ഇസ്ലാമിന്റെ ആദ്യ തലമുറ നമുക്ക് പകർന്നു തന്നതാണോ? അതൊന്നും വിഷയമല്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ ആളുകൾ പറയുന്നുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടും. അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കില്ല. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ദിക്റുകൾ കഴിഞ്ഞാൽ എഴുന്നേറ്റ് പിറകിലേക്ക് അങ്ങ് മാറിയിരിക്കും. നബിതങ്ങൾ ആവശ്യമായ അവിടുത്തെ പ്രാർത്ഥന ദിക്റുകളെല്ലാം ചൊല്ലും. എന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങും, വീട്ടിലേക്ക് പോകും. വീട്ടിൽ വെച്ചുകൊണ്ട് റവാത്തിബായ സുന്നത്ത് നമസ്കരിക്കും. ഒരു നമസ്കാരത്തിന്റെ ശേഷവും സ്വഹാബത്തിന്റെ നേർക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് കുറെ പ്രാർത്ഥനകൾ ചൊല്ലി. സ്വഹാബത്ത് എല്ലാവരും ആമീൻ പറയുന്ന കൂട്ടപ്രാർത്ഥന. നിസ്കാര ശേഷം ഞമ്മക്കൊക്കെ പ്രാർത്ഥന ഉണ്ട്, നാട്ടുകാരും അത് അറിയൂല. നമ്മുടെ ആവശ്യങ്ങൾ നമുക്കാണ് അറിയുക, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ കൂട്ടമായ ഒരു പ്രാർത്ഥന നബിതങ്ങളുടെ നമസ്കാര ശേഷം കണ്ടിട്ടില്ല. ഖലീഫമാര് 4 ആളുകൾ 42 കൊല്ലം ഭരണം നടത്തി. അവർ ഇമാമെന്നതിന് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന നമസ്കാര ശേഷം കാണാൻ കഴിയൂല. ഇത് പറഞ്ഞാൽ ആളുകൾ പറയും, നിങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നാട്ടുകാർ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സ് തുറന്ന് പടച്ചവനോട് പറയാനുള്ളതാ. ഇത് നല്ലതാണെന്ന് വിചാരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ നമസ്കരിക്കാൻ പള്ളിയിൽ അങ്ങ് വരും. നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പദം കാണാനില്ല. അയാൾ എന്താ ചൊല്ലുന്നത്? ഉസല്ലി ഫറദൻ ലില്ലാഹി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നിയ്യത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ നമസ്കാരത്തിനും ഒരു പ്രത്യേക പദം വെച്ചുകൊണ്ടൊരു നമസ്കാരത്തിന്റെ നിയ്യത്തിന്റെ പദം ഉറക്കെ പറയുന്ന സമ്പ്രദായം നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യാൻ പോകേണ്ട നിയ്യത്ത് വേണം. അത് നമ്മുടെ മനസ്സിൽ ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടതാണ്. എന്നാൽ അതിനൊരു പദം ഉപയോഗിച്ച്, ഒരു സെന്റൻസ് ഉപയോഗിച്ചത് പറയുന്ന ഒരു സമ്പ്രദായം പരിചയമില്ലാത്ത നന്മയല്ല. പരിചയമായി നമുക്ക് എവിടെയും അത് കാണാൻ കഴിയില്ല. എന്തൊക്കെ ആഘോഷങ്ങളാണ്! ബറാഅത്ത് രാവ്, മിഅ്റാജിന്റെ നോമ്പ്, മിഅ്റാജിന്റെ ഉറൂസ്, പല നിലക്കുമുള്ള പരിപാടികൾ. ഇതൊക്കെ പുണ്യാണ് എന്ന് വിചാരിച്ച് ചെയ്യും, അവസാനം പരാജിതരായി പോകും. എന്തിനേറെ മരണാനന്തര വീടുകൾ വരെ ഏറെ ദയനീയമാണ്. ഒരു മരിച്ച വീടാന്ന് തോന്നാത്ത വിധേന പന്തലും ചെമ്പും ബിരിയാണിയും ആഘോഷങ്ങൾ നടക്കുക. 3-ന് ചോറ്, 7-ന് 40-ന് തിന്ന് കഴിച്ച് ഇറങ്ങിപ്പോരുമ്പോ നമ്മളൊക്കെ പറയാണ്, ഇതിൻ്റെയൊക്കെ കൂലി ആ മയ്യത്തിന് കിട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ആദ്യമായിട്ടല്ല കേരളത്തിലെ മരണങ്ങൾ. ലോക ചരിത്രത്തിൽ എത്രയെത്ര പ്രവാചകന്മാർ, എത്ര അമ്പിയാക്കന്മാർ, അവരുടെ ശിഷ്യന്മാർ, സ്വഹാബിമാരുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ മരണ വീടുകളെ ചടങ്ങുകളാക്കി, ആഘോഷങ്ങളാക്കി, തീറ്റയുടെ കേന്ദ്രങ്ങളാക്കി, അവിടെ വെച്ചുകൊണ്ട് എന്തൊക്കെയോ പാടിയും പറഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായം ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇത് പുണ്യാണ് എന്ന്? നിങ്ങൾ തിരുത്തി പഠിക്കണം. പള്ളി ദർസുകളിൽ പഠിക്കുന്ന കിതാബുകളിൽ പോലും പാടില്ലെന്ന് പറയുന്ന കർമ്മമാണ് ഇത്. പിന്നെ നാട്ടിൽ ഇതിങ്ങനെ ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുക. പൈസ ഇല്ലാത്തവൻ ഇതൊക്കെ നടത്താൻ വേണ്ടി ബാപ്പ മരിച്ചതിലല്ലേ ഇവർ പെട്ടത്. ചടങ്ങ് കൊണ്ട് കുടുങ്ങിയ കുടുംബങ്ങളുണ്ട്. കടം മേടിച്ചിട്ട് ആ ചടങ്ങ് തീർക്കണത്. പോത്തിനെ മേടിച്ചില്ലെങ്കിൽ ഞാൻ ബാപ്പാനോട് സ്നേഹമില്ലാത്തവനാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിട്ട് കടം പേടിച്ചും ചടങ്ങ് തീർത്തുകൊണ്ടിരിക്കുന്നവർ ഒന്ന് പഠിക്കണം. മരണാനന്തര കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. യാസീനോദ, വീട് താമസത്തിനന്ന് യാസീൻ, ഗൾഫ് പോണെന്ന് യാസീൻ, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ യാസീൻ, എല്ലായിടത്തും ഒരു യാസീൻ ഓതണം എന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യാസീൻ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചെന്നത്. നിബിധങ്ങൾ അതിന് ഇന്ന സ്ഥലത്ത് ചൊല്ലുക, ഇത്ര തവണ ചൊല്ലുക. ഇന്നയാൾക്ക്, ചില ആളുകളൊക്കെ ഉണ്ട്, ഇന്നയാളുടെ പേരിൽ യാസീൻ ചൊല്ലുക, ഇന്നയാളുടെ പേരിൽ 10 ഫാത്തിഹ ഓതുക, ഇന്നയാളുടെ പേരിൽ 20 ഫാത്തിഹ ഓതുക. നമ്മൾ ഓതുന്നത് നമ്മക്കാ.
വേറുള്ള പേരിൽ നമ്മൾ ഓതാൻ കഴിയില്ല. ഒന്നാലോചിക്കണം പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നല്ലതാന്ന് വിചാരിച്ച് ചെയ്യുന്നവര് ഇത് നല്ലതാവണമെങ്കിൽ ഇസ്ലാമിനകത്ത് നബിതങ്ങളുടെ ഒരു മാതൃകയും കൽപ്പനയും അനുവാദവും ഉണ്ടായിരിക്കണം. 3, നന്മക്ക് അവസരം ഒരുപാട് കിട്ടും, തിന്മക്കും അവസരം കിട്ടും. ഇയാൾ അതിൽ നന്മയും തിന്മയും ചെയ്യാൻ അവസരം കിട്ടിയാൽ തിന്മ തെരഞ്ഞെടുക്കും. ഇത് നമ്മൾ ഇന്ന് കാണുന്ന 2026 നമ്മൾ വായിക്കേണ്ട ഹദീസാണ്. നന്മയും തിന്മയും ചെയ്യാൻ അവസരം കിട്ടും, അയാൾ തിന്മ തെരഞ്ഞെടുക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, തിഹാമ പർവ്വതത്തോളം ഉയരത്തിൽ നന്മകളുമായി പരലോകത്ത് കടന്നു വരും. അല്ലാഹു തആലയുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അത് ഹബാഅൻ മൻസൂറ, വിതറപ്പെട്ട പൊടിയാക്കി ധൂമമാക്കി തകർത്ത് കളയും. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഇത്രയും നന്മ ചെയ്തിട്ട് എന്തിനാണത് തകർത്തത്? നബിന്റെ മറുപടി കേൾക്കണം നിങ്ങൾ. അവര് നിങ്ങളെപ്പോലെ രാത്രി നിസ്കരിക്കുന്നവരും നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. വലാകിന്നഹും, പക്ഷേ അഖ്വാമുൻ, ആ വിഭാഗം ആളുകൾ, ഇദാ ഖലൂ ബിമഹാരിമില്ലാ, ഒരു നിഷിദ്ധമായ കാര്യത്തിന്റെ മുമ്പിൽ ഒറ്റക്കൊരവസരം കിട്ടിയാൽ ഇൻതഹകൂഹാ, അതങ്ങ് അവൻ നന്നായി ലംഘിച്ച് തകർക്കുന്നതാണ്. ഒറ്റക്കൊരവസരം കിട്ടിയാൽ അതൊക്കെ നന്നായിട്ട് തിന്മക്ക് വേണ്ടി ഉപയോഗിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ പരസ്യമായി ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യരാണ്, രഹസ്യമായി അതിലേറെ തിന്മ ചെയ്യുന്നവരായ മനുഷ്യരിന്നുണ്ട്. നാട്ടിലും അങ്ങാടിയിലും എല്ലായിടത്തും അയാൾ നല്ല അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. സുഹൃത്തുക്കളെ, ഇതൊന്ന് പേടിക്കണമെന്ന് പറയാനുള്ള കാരണം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലാനുള്ള സാധനമല്ല. നമ്മൾ കാരണം കൊണ്ട് ജനങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസരമുണ്ടാകുന്നത് എത്ര ദുഷിച്ച അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറുന്ന ആലോചിക്കണം. നമ്മുടെ കൈകളിലുള്ള ഈ ഏറ്റവും അനുഗുണമായി ഉപയോഗിക്കേണ്ട സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് സംവിധാനം നല്ല ശ്രദ്ധയോടെ ചിട്ടയോടെ ഇനിയുള്ള കാലം ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി വരാൻ പോവാണ്. നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പ്രിയപ്പെട്ട മക്കളുടെ കൈകളിൽ മൊബൈൽ ഫോൺ നിയന്ത്രണമില്ലാതെയാണ് പോകുന്നതെങ്കിൽ 14കാരിയുടെ പെൺകുട്ടിയുടെ കൊലപാതകം വായിച്ചിട്ടും നമ്മൾ ഇനിയും ചിന്തിക്കുന്നില്ല എങ്കിൽ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, വായിക്കണം. എന്താണ് ഈ കാലം, എവിടേക്ക് പോണു, എന്താണ് നമ്മുടെ പരിഹാരമെന്ന്. ഏകാന്തതയിൽ പാപം ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അറബിയിൽ അതിനെ ഉപയോഗിക്കുന്നേ ദുനൂബുൽ ഖൽവാത്ത്, ഒറ്റക്കിരിക്കുമ്പോൾ പാപം ചെയ്യാം. നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഇന്റർനെറ്റുകൾ, നമ്മുടെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ എന്തിലാണ് പോണത് എന്ന് ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് നമ്മൾ ഗൗരവമായി കാണുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ആ ഹദീസിലേക്ക് അതിനാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. 4, നന്മയുടെ ലോകത്ത് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാനൊരു തൗഫീക്ക് കിട്ടണില്ല. ഉംറക്ക് പോണമെന്നുണ്ട്, കുറെ കാലായി വിചാരിക്കണു, നടക്കണില്ല. ഹജ്ജിന് പോണെന്ന് വിചാരിച്ച് പൈസ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്, എന്തോ അത് കിട്ടണില്ല. അതിന് പറയും തൗഫീക്ക് കിട്ടണം. എന്തിനു തൗഫീക്ക് ലഭിക്കുക? ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഖൗമിനോട് സംസാരിക്കും. അവരോട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതും ശിർക്ക് ചെയ്യുന്നതും അള്ളാന്റെ കൽപ്പനകൾ ലംഘിക്കുന്നതൊക്കെ ഉപദേശിക്കുക. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, വമാ ഉരീദു അൻ നുഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോട് ഞാൻ ചെയ്യരുതേ എന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ എതിരാകൂല, ഞാനത് ചെയ്യൂല. ഞാൻ ചെയ്യരുതേ നിങ്ങളോട് പറയും, എന്നിട്ട് ഞാനത് ചെയ്യുമെന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, ഞാൻ സാധ്യമാകുന്ന അത്ര നന്മകൾ ഇസ്ലാഹ് ചെയ്യണമെന്നാ വിചാരിക്കുന്നത്. തിരുത്തേണ്ടതൊക്കെ തിരുത്തണം എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എനിക്ക് നന്മ ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ പറ്റൂല. അതുകൊണ്ട് ഞാൻ അലൈഹി തവക്കൽതു, റബ്ബിലേക്ക് തവക്കുലാക്കുകയാണ്. വ ഇലൈഹി ഉനീബ്, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുകയാണ്. അടച്ചോന്റെ തൗഫീഖ് കിട്ടണം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ നമുക്ക് നല്ല കാര്യത്തിന് ഇറങ്ങാൻ കഴിയില്ല. നമ്മൾ പറയില്ലേ, പള്ളിന്റെ തൊട്ടടുത്താണ് വീട്, പള്ളി കാണാറില്ലല്ലോ. അള്ളാഹിന്റെ തൗഫീഖ് ഇല്ല. എത്രയോ നന്മയുടെ മജ്ലിസിലേക്ക് അയാൾ വിളിക്കുന്നുണ്ട്, അയാൾക്ക് എത്താൻ കഴിയണില്ല. എത്രയോ വലിയ വലിയ പദ്ധതികളുടെ യോഗങ്ങളിലേക്ക്, മീറ്റിങ്ങുകളിലേക്ക് അയാൾക്ക് വിളി വരുന്നുണ്ട്,
അയാൾക്ക് എത്താൻ കഴിയുന്നില്ല. തൗഫീക്ക് നഷ്ടപ്പെടുക. നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ വായിക്കണം, പടച്ചോനെ ഞാൻ അതിലുണ്ടോ, എന്തോ ഒരു തടസ്സങ്ങൾ എൻ്റെ മുമ്പിലുണ്ടോ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു മനുഷ്യനെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അയാൾക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കും. അള്ളാന്റെ ഇഷ്ടം കിട്ടണം, അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, ഒരു അടിമയെ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അയാളെ കൊണ്ട് നന്നായി പണിയെടുപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ, അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി പഠിപ്പിക്കുകയാണ്, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് നന്മ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കും. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ, പക്ഷെ ചിലരുടെ സമയം ഒന്ന് ആലോചിച്ച് നോക്കിങ്ങൾ, അയാൾക്കൊരു നിമിഷം നന്മക്ക് ഒഴിവുണ്ടാവില്ല. ഒഴിവില്ലാത്ത തൗഫീക്ക് പടച്ചവൻ കൊടുക്കും. എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. പടച്ചവന്റെ തൗഫീക്ക് ലഭിക്കല. എന്നാ ചില മനുഷ്യരുണ്ട്, തിന്മകൾ അധികമായാൽ അവർക്ക് നല്ലത് ചെയ്യാനുള്ള മനസ്സ് പോലും ഉണ്ടാവൂല. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, മനസ്സിന് കൽബുകൾക്ക് കറ പിടിക്കും. ഒരുപാട് തിന്മയിലങ്ങ് മുങ്ങിക്കുളിച്ചാൽ മനസ്സിന് നല്ലത് ചെയ്യാനുള്ള തോന്നൽ പോലും തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സൂക്ഷിക്കണം. നന്മ ചെയ്യാനുള്ള മനസ്സും നന്മയിൽ മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കേണ്ടുന്നവർ 5ാമത്തെ കാര്യം ആലോചിക്കുക. തിന്മകളാൽ വലയം ചെയ്ത് നന്മ ചിന്തിക്കാൻ പോലും കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ലതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. തിന്മയിൽ മുങ്ങിക്കുളിച്ചവർ എല്ലാത്തിലുണ്ട്. അശ്ലീലതകളിലുണ്ട്, സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിലുണ്ട്, തെറി പറയുന്നതിലുണ്ട്, കളവ് പറയുന്നതിലുണ്ട്, മാതാപിതാക്കളോട്, അധ്യാപകരോട്, പ്രിയപ്പെട്ടവരോട് മോശമായി ഇൻസൾട്ടിങ് മൈൻഡോടെ പെരുമാറുന്നവരുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്തവരുണ്ട്, കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കാത്തവരുണ്ട്, സ്വന്തം വാപ്പയെ ഉമ്മയെ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. എന്താണ് അവർക്ക് പ്രശ്നം? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ബലാ മൻ കസബ സയ്യിഅതൻ വഹാതത് ബിഹി ഖതീഅതു, തിന്മകൾ സമ്പാദിച്ച് തിന്മകളിലായി ചുറ്റപ്പെട്ട് കിടക്കുന്നവനാണെങ്കിൽ ഫൗലായിക അസ്ഹാബുന്നാർ, അവർ നരകക്കാരായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നെന്നും നരകത്തിലാണ്. എത്ര അവസരങ്ങൾ നല്ലതിന് കൊടുത്താലും അത് ചെയ്യാനും ചിന്തിക്കാനും പറ്റാതെ പോകുന്നൊരു വല്ലാത്ത പാപത്തിന്റെ അവസ്ഥകൾ അയാളെ ബാധിച്ചു കൊണ്ടിരിക്കും. നമ്മളൊക്കെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. എന്താണ് ആ പ്രാർത്ഥനയിൽ? അല്ലാഹുവേ, എനിക്ക് ധാരാളം ഉപകരിക്കുന്ന ഇൽമു തരണം, ചില അറിവുകൾ നമുക്ക് വേണം, റിസ്ഖ് ത്വയ്യിബാക്കി തരണം, അമല് മുതഖബ്ബൽ, ഒരുപാട് സ്വീകരിക്കപ്പെടുന്ന അമൽ എനിക്ക് തരണം. ആദ്യം എന്ത് വേണം? ഇൽമൻ നാഫിഅൻ, അതൊക്കെ അറിയുന്ന, പഠിക്കുന്ന, വായിക്കുന്ന ഒരു മനസ്സെനിക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന ആയുസ് പാപങ്ങളിലോ തിന്മകളിലോ അതല്ലെങ്കിൽ അശ്രദ്ധമായോ കടന്നുപോയാൽ, ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാം അവസാനിക്കും. നമ്മൾ മാത്രം നമ്മുടെ ഖബറിൽ അമലുകളുടെ കൂടെ ജീവിക്കേണ്ടുന്ന ഒരു ലോകമുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഈ ഷഅബാനും വരുന്ന റമദാനും സജ്ജമായ ഒരു വലിയ നന്മകളുടെ കൂമ്പാരത്തിനു വേണ്ടി ഒരുക്കി വെക്കാൻ നമ്മൾ ഏവരും താല്പര്യപൂർവ്വം മുന്നോട്ട് വരിക. അള്ളാഹു നമുക്ക് എല്ലാവിധ സഹായങ്ങളും അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സലാസത്തുൻ, 3 കൂട്ടം ആളുകൾ, ലാ തഖറബുഹുൽ മലായിക, അവരുടെ അടുത്ത് മലായികത്തുകളുടെ സാമീപ്യം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അവർക്ക് വേണ്ടി മലായികത്തുകൾ പ്രാർത്ഥിക്കും,
അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ഇസ്തിഗ്ഫാറുകൾ ചോദിച്ചു കൊണ്ടിരിക്കും. എന്നാൽ 3 വിഭാഗം ആളുകളുടെ അരികിലേക്ക് മലായിക്കത്തുകൾ വല്ലാതെ സമീപിക്കില്ല. 1 അൽ ജുനുബു, ജനാബത്തുകാരനായി സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ. 2 അസ്സഖറാൻ, മദ്യത്തിന്റെയും ലഹരിയുടെയും മത്തിലായി സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ. 3 അൽ മുതളമ്മിഹു ബിൽ ഖലൂഖ്, അറബികൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധമുണ്ട്, അത് ഉപയോഗിക്കുന്നവർ. അവർക്കിടയിൽ സ്ത്രീകൾക്കത് പാടില്ലാത്തതല്ല. ഈ 3 വിഭാഗം ആളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ സാമീപ്യം കിട്ടൂല. അതിനർത്ഥം വിശദീകരിക്കുന്ന അതിന്റെ ശർഹ് വായിക്കുമ്പോൾ കാണാം, അതിൽ 1-ാമത്തെ കാര്യം മാത്രം ഒന്ന് പറയാം. ഒരാൾ ജനാബത്തുകാരനാകിയിരിക്കുമ്പോൾ അയാൾ എത്രയും പെട്ടെന്ന് ശുദ്ധിയുള്ളവനാകാൻ ശ്രമിക്കണം. കാരണം അയാൾ വലിയ അശുദ്ധിയിലാണ്. പ്രത്യേകിച്ചും ഉറങ്ങുന്നവരാണെങ്കിൽ ചുരുങ്ങിയത് ഒന്ന് ഉളുവെങ്കിലും ഉണ്ടാക്കിയിട്ട് ശുദ്ധി പ്രാപിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വിഷയം വിശദീകരിച്ച് പഠിപ്പിച്ച ഹദീസുകൾ വായിക്കുമ്പോൾ നബി പ്രവാചകന്റേതായ മര്യാദ പഠിപ്പിക്കുകയാണ്. ഇദാ അതാ അഹദുകും മഹ്ല സുമ്മ അറാദ അൻ യഊദ, ഒരാൾ ജനാബത്തുകാരനായി തൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കുക. ആ സമയം കഴിഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടെ തൻ്റെ ഭാര്യയിൽ ശയിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവൻ ഒതു ഉണ്ടാക്കട്ടെ, എന്നിട്ടേ രണ്ടാമതൊന്ന് ആലോചിക്കാൻ പാടുള്ളൂ എന്നും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു, കുളി നിർബന്ധമാണ്. വെള്ളിയാഴ്ച നമ്മൾ കുളിച്ചു, അതുപോലെ വഇൻ കുൻതും അലാ ജുനുബൻ, ജനാബത്തുകാരനാണെങ്കിൽ ഫത്തഹറു, അവർ ശുദ്ധിയാകട്ടെ, കുളിക്കട്ടെ. ഖുർആന്റെ കൽപ്പനയാണ്, ഖുർആനിലാണ് ഈ ആയത്ത് പറയുന്നത്. ഉറങ്ങുന്നതിന്റെ മുമ്പുള്ള കാര്യത്തിൽ പ്രവാചകന്റെ മര്യാദ പഠിപ്പിക്കണം. റുബ്ബമാ ഇഗ്തസല ഫനാമ, ജനാബത്തുകാരനായാൽ നബി തങ്ങൾ ചിലപ്പോൾ കുളിച്ചുകൊണ്ടാണ് ഉറങ്ങാറുള്ളത്. വറുബ്ബമാ, ചിലപ്പോൾ തവല്ലാ, നബി ഒളു ഉണ്ടാക്കും, ഫനാമ, എന്നിട്ട് ഉറങ്ങും, പിന്നെ നമസ്കാരത്തിന് ശുദ്ധിയാകും. അപ്പൊ ഇതെങ്കിലും നമ്മളൊരു മര്യാദയായി മനസ്സിലാക്കുക. ധൃതി കാണിക്കേണ്ടത് കുളിക്കാനാവണം. നമ്മുടെ വീടുകളിൽ, റൂമുകളിൽ അത്തരം സംവിധാനങ്ങൾ വൃത്തിയും ശുദ്ധിയും ഒക്കെ സൂക്ഷിക്കാനും നമ്മൾ ആലോചിക്കണം. ഒരാൾ ഇനി കുളിക്കാനുള്ള വെള്ളമില്ലാത്ത ഒരു സ്ഥലത്താണ് പെട്ടുപോയത്. പക്ഷെ അയാൾ ഒരു ജനാബത്തുകാരനായി യാത്രയിലോ മറ്റോ ആണെങ്കിൽ അയാൾ തയമ്മം ചെയ്തിട്ടെങ്കിലും അതിൽ നിന്ന് ശുദ്ധിയാകണം. ഇതെന്തിനാ ഫിഖ്ഹിന്റെ കിതാബിൽ ഇത്രയേറെ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു വ്യക്തി, ഒരാൾ ജനാബത്തുകാരനായി വലിയ അശുദ്ധി ഉണ്ടായാൽ അയാൾ നിസ്കാരം പോലും പാടില്ലാത്തതാണ്. അയാൾക്ക് ഇനി നിസ്കരിക്കണമെങ്കിൽ കുളിച്ച് ശുദ്ധിയായി വൃത്തിയിട്ടേ പറ്റൂ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ജനാബത്തുകാരനായ അവസ്ഥയിൽ ഒരാൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യാതിരിക്കലാണ് നല്ലത്. ഖുർആൻ ഏതായാലും ഖുർആൻ തൊട്ട് മറിക്കുന്നതൊക്കെ എന്തായാലും ഒഴിവാക്കണം. ചില ഫത്വകളിൽ പാരായണം ചെയ്യുന്നത് പോലും ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന ഫത്വ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിന്റെ ചരിത്രത്തിലൊക്കെ വിശദീകരിക്കുന്നത് കാണാനുണ്ട് ഫത്വകളിൽ. ഒന്ന് മനസ്സിലാക്കുക, ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ വൃത്തിയെയും ശുദ്ധിയെയും ഒക്കെ കാണുന്നു. അതിൻ്റെ മതവിധികൾ, ഫിഖ്ഹിയായ മസ്അലകളൊക്കെ ഒന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ നിത്യേന എന്നോണം ചെയ്യുന്ന കാര്യങ്ങളിലെ അബദ്ധങ്ങളും തെറ്റുകളും നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരിയായ രൂപത്തിലുള്ള അറിവുകൾ പഠിക്കാനും പകർത്താനും പരമാവധി അത്തരം സദസ്സുകളും മജ്ലിസുകളും ഗ്രന്ഥങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഉപകരിക്കുന്ന ധാരാളം അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ പലതരം പ്രതിസന്ധികളുമായി ദുആക്ക് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. റബ്ബേ, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഈ ഒരു പള്ളിയുടെ ഖുത്ബകളിലേക്ക്, ജുമകളിലേക്ക് ദൂരപ്രദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന പലരും പല പ്രയാസങ്ങൾ, കാരണങ്ങൾ കൊണ്ട് രോഗികളായി കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ശിഫ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പ് നൽകണമേ. സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. നന്മകളിലേക്ക് മുന്നിട്ട് വരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിക്കുന്ന, ഒരു വേള ഈ പള്ളി പോലും കണ്ടിട്ടില്ലാത്ത, ഇവിടുത്തെ ഒരു മനുഷ്യനെ പോലും പരിചയമില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ഒരു പള്ളിയെ അന്വേഷിക്കുന്നുവെങ്കിൽ പടച്ചറബേ, അതിൻ്റെ പിന്നിലെ ഈ ഒരു ഭവനത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്നവരോട്
അവരോടെല്ലാം അള്ളാഹുവേ നീ സ്നേഹമുള്ളവനായും കരുണയും നീ കാണിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെയെല്ലാം നീ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.